ഹലോ ഗേസ്, നമ്മൾ പാടി വില്ലേജിലേക്ക് എത്തി. ഇനി ഉള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം പോകണം നമുക്കൊന്നും അറിയില്ല. അവിടെ പോയതിന് ശേഷമാണ് അറിയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയാണ് സംഭവം. നമ്മളെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം എത്താനായി തോന്നുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവമായി. എവിടെയാണ് അതാക്കണ കാണാൻ? അതാണ് തോന്നുന്നുണ്ട്. അതാണ് തോന്നുന്നു. അതാക്കണ അല്ലേ? അതാ കാണുന്ന ദൂരത്തൊരു സംഭവം. ഇവിടെ അല്ലല്ലോ, ഈ ഭാഗത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് പോവാം. എന്റെ മേത്ത് കാക്കല്ലേ? ആരാണത്? പാടി വില്ലേജ് കോട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഏകദേശം എത്തിക്കും ഗൈസ്. ഇതാണ് ഗൈസ് പാഡി വില്ലേജ്. വില്ലേജ് പറഞ്ഞാ ഇങ്ങോട്ട് മതി. അനി പോയി നടക്കണം. അപ്പൊ ആദ്യം എനിക്ക് വെയിൽ കത്താണല്ലോ. നല്ല വെയിലാണ് ഗൈസ്. വെള്ളം ചെയ്തിട്ട് ചോദിച്ചു ടിക്കറ്റ് അവിടെ. ടിക്കറ്റ് വേണമെന്നും വേണ്ട. ബോർഡ് കാണിച്ചോ? ബോർഡ് എടുത്തോ? ഇതാ ഇവിടെ ഞങ്ങൾ ലൈനായിട്ട് പോവാണ്. ഇങ്ങനെ എടുക്കാം. നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. അനു എങ്ങോട്ടാ പോണേ? എവിടേക്കാണ്? ആ, പാടി വില്ലേജ്. ഓനെ പറ്റിച്ച് മേടിച്ചു. അപ്പു ഓനെ പറ്റിച്ച് മേടിച്ചു. അവന് കൊടുക്ക. അപ്പനോട് അജ് എറിയാൻ പാടില്ല. എറിയാൻ പാടില്ലട്ടാ. നേരെ പോ. അനു അങ്ങോട്ട് പോയല്ലേ? ഇങ്ങോട്ട് വാ, സൈഡിൽ കൂടെ വാ. വലിയ മീനുണ്ട് അവിടെ. മറ്റു സാധനം എന്ത് പോയി? അതാ മീന് സെന്ററിൽ.
കൊറേ ഉണ്ട്. എനിക്ക് മൂത്രമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പാടില്ല. ഒരു നമ്മൾ അടിച്ചു. ഒന്ന് ഫുള്ളും തരില്ലേ മറ്റേ സാധനം? അപ്പൊ ആഗ്രഹിച്ചിട്ടാ വന്നത്. ഞങ്ങൾക്ക് അവിടെ നിക്ക് ഇവിടെ നിക്കടാ, ഇവിടെ നിക്കി. ഹലോ ഗൈസ്, എന്താ സംഭവം നോക്കി. മീനാണോ ഫുള്ള്. ഇങ്ങോട്ട് വാ. ആ തിന്നുമെന്ന് ഇറങ്ങി. ഗൈസ് മീൻ കിട്ടി ഗൈസ്. ഞങ്ങൾക്കൊന്നും കിട്ടില്ല ഗൈസ്. ഫസ്റ്റ് മീൻ ആപ്പപ്പാക്ക് കിട്ടി. വലിയ മീനാ. അല്ലോ വെട്ടക്കണ ഇതിപ്പോ എങ്ങനെ എടുക്കാൻ പഠിച്ചോനെ? അതൊന്നും എടുക്കണ്ട, നമുക്ക് ജീവല്ലേ അല്ലേ അവസ്ഥ. വെള്ളം മണ്ടയില്ലേ പോവാ? അയ്യോ ഇത് അങ്ങോട്ട് അതെങ്ങനെ അറിയണം അപ്പ? അതെങ്ങനെ അറിയണം അപ്പ? സീറ്റ് മോനെ ചാടുവനോ ഇതെടുത്തിട്ട് വരരുത് ചൂണ്ട. അപ്പൊ നമുക്ക് ഒന്നായി. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഗൈസ്. രണ്ടാമത്തെ കിട്ടി ഗൈസ്. ഒന്നും കിട്ടുന്നില്ല. ഇതാണ് സാധനം. വെച്ചോ കളയിലടാ വെടയണ മീന്. കിട്ടി. അജുന് കിട്ടി ഗൈസ്. അജുന് കിട്ടി ഗൈസ്. നിക്ക് ഞാൻ പൊളിച്ചു തരാം. നിക്ക് അപ്പു ഇത് അങ്ങോട്ട് നിക്ക്. പൊളിക്ക്, നല്ല പൊളിക്ക്. നിക്ക് അങ്ങനെ പൊളിക്കല്ല, ഞാൻ പൊളിച്ചു തരണോ? നിക്ക് ഞാൻ പൊളിച്ചു തരാം. നിക്ക് ഇത് പൊളിച്ചോ? അങ്ങനെ പൊളിച്ചോ? ആ ശരി. നമ്മുടെ ചൂണ്ടക്ക് ഭാഗ്യമുണ്ട് രാനിയോ അജുവോ. മീനുണ്ട്. ഇതാർക്ക് കിട്ടിയേ? അജുവിന് കിട്ടിയോ? അപ്പുവിനൊന്ന് ബാക്കിക്കാരാ? ആ ശരി. വെട്ടാതെ നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. എന്താ ഇങ്ങനത്തെ ആൾക്കാരെ മീൻ പിടിച്ചാൽ കൊണ്ടുവന്നല്ലേ അവർക്ക് സങ്കടം തയ്ച്ചാ ഒരു കരിയുടെ അനു എന്താ അനു സാധനം എന്ത് അത് എടുത്തിട്ടാണ് അത് പെരി പോലെ ഓല് അടിച്ചാട്ടും. അത് തിന്നുന്ന സാധനമാണത്, അല്ലാതെ വളർത്തുന്ന സാധനമല്ല അത്. എങ്ങനെ അതിന്റെ റേറ്റ് ഒക്കെ? ഓരോ സാധനത്തിന് അല്ലേ? അങ്ങനെയാ. ശരി ശരി ശരി. അതന്നെ കള്ള സുവർ അത് വളർത്തണത്. അത് ചോദിച്ചോ. അല്ല ഗൈസ് ഇജെത്തരം പിടിച്ചു? അത് പറ. രണ്ടര എങ്ങനെ പിടിച്ചു? കുഞ്ഞേനിച്ച് പിടിച്ചത്. അപ്പൊ എനിക്ക് ചെറിയ മീന്. ബാക്കി അപ്പു പാവം അപ്പ ഒന്ന് പിടിച്ചു. അപ്പൻ്റെ ഒരു സന്തോഷം. ഇത് കുറേ നേരം ഇത് ഒന്നും പിടിച്ചിട്ടില്ല ഗൈസ്. വേസ്റ്റ് സാധനം. ലിസ എത്ര പിടിച്ചു? 10 മണി ഒന്നും പിടിച്ചു. അനു എത്ര പിടിച്ചു നോക്കട്ടെ.
അപ്പൊ ഒരു കളർ ഫിഷ് വാങ്ങപ്പോ ആ എല്ലാം ഇജ്ജാണ് പിടിച്ച്. വെറുതെ ഞങ്ങളെ കൊണ്ടുവന്ന് നോക്കാൻ. എങ്ങനെ എന്തിനാ വെറുതെ എന്താണ് ഒരു കളർ ഫിഷ്? പിന്നെ അത് വെട്ടണ്ടേ? അത് വാങ്ങി നമ്മള് തിന്നാലേ അല്ലേ? ഇജെന്ത് ഒരു കളർ ഫിഷ്. കളറ് തേങ്ങ ഫിഷ്. ഇങ്ങോട്ട് പാടാ അനു, ഇങ്ങോട്ട് വാ അനു. അങ്ങോട്ട് പോലെ ഇപ്പം എന്താ വെട്ടണ്ട? വെട്ടാതെ എങ്ങനെ തിന്ന? ഇജ അങ്ങനെ തിന്നോ? പറയ് ഇജ എങ്ങനെ തിന്ന പറയ്. പൊരിച്ചാ പോലെ വെറുതെ. വെറുതെ പൊരിച്ചാ പോലെ. വെട്ടണ്ടേ? എന്താ എന്തടി? അല്ലല്ല അത് അനു കുടിച്ച. അല്ല അജുവിൻ്റെ മൊച്ചായ ഉണ്ടത്. ഇങ്ങനെ ഉണ്ട് കണ്ണെടുത്തപ്പോൾ ഇങ്ങനെ പല്ലില്ലല്ലോ. അനുവിൻ്റെ വരിയുണ്ട് ഇങ്ങനെ. ഹലോ ഗേസ്, ഇവരെ കൊണ്ട് ഞാൻ മീൻ പിടിച്ചാൻ വന്ന എനിക്ക് എൻ്റെ ഗതി. അപ്പൊ ഒന്നിന് മാത്രം വെട്ടിയില്ലേ മറ്റേന് സങ്കടാവൂലേ? ഇങ്ങോട്ട് വാ, ഫീലിംഗ് ആല്ലേ? ഇങ്ങോട്ട് വാ, തെറ്റിപ്പോല്ലേ? ഇങ്ങോട്ട് വാടാ അനു. അച്ചു അപ്പു ഫാസി ഓനെ കൈ പിടിക്ക്, ഓനെ കൈ പിടിക്കട്ടോ. ടെൻഷൻ പോയി. ഓൽക്കൊന്നും പറ്റൂല ഈ പണി. ഓൽക്ക് സങ്കടം ഒന്ന് തയ്ച്ചാ വയ്യ. ഓൽക്ക് വെറുതെ ജീവനത്തോടെ കൊണ്ടാടുന്നുള്ളൂ. അങ്ങോട്ട് പോ. ഹലോ ഗെയ്സ്, അപ്പോൾ മീൻ പിടിച്ചു. അതിൻ്റെ ഇടയിൽ അജു അനുവൊക്കെ തെറ്റി പോന്നു. കാരണം ഇത് മീൻ വെട്ടിയിട്ട് വലിയ ദേഷ്യം വന്നിങ്ങനെ. ഇവർ വിചാരം അത് മീൻ വളർത്താനാണെന്നാണ്. നമ്മൾ ഏകദേശം 2 കിലോളം പിടിച്ചു. 300 ചില്ലറ പിടിക്കണം പോരാത്. അത് പൈസ ഞാൻ ഒരു 200 റുപ്യൻ്റെ സാധനത്തിനും വേണ്ടി 1000 റുപ്യ ചിലവാക്കിയിട്ടാണ് വന്നിങ്ങനെ. അവിടെ ഗൂഗിളിൽ വരുന്നത് ലോകപ്പൊട്ടൻ ഇല്ലേ പറയും എല്ലായിടത്തും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും നമ്മളെ ചാനൽ. പറയുന്നല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കാതെ. ബെൽ ഐക്കൺ അമർത്തുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.